ഇതിപ്പോൾ ഈ ബുഷിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഈ ആമയെ പിടിച്ചിങ്ങനെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രീ പ്ലേ വരും. ഈ ഫ്രീ പ്ലേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് മാറാതെ വീണ്ടും കിടന്ന് ഓടുവാണെങ്കിലാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി പോവുക. അതുപോലെ തന്നെ കട്ടറിക്കിട്ട് ഓടുമ്പോഴുള്ള അടിപ്പ് സൗണ്ട്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോണ്ട ആക്റ്റീവ, അതുപോലെ തന്നെ ഹീറോയുടെ സ്കൂട്ടറുകൾ, മാസ്ട്രോ, അപ്പോൾ അതുപോലത്തെ വണ്ടികളിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഷോക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഷോക്കിന് വരുന്ന കംപ്ലയിൻറ്റുകളും അതിൻ്റെ ആമിൻ്റെ ബുഷ്, അതിൻ്റെ ആമിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ബേസിക്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ഹോണ്ട ഡിയോ അതുപോലത്തെ മോഡൽസിലൊക്കെ അവർ ഷോക്ക് ടെലിസ്കോപ്പിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ മോഡൽസിൽ എങ്ങനെയാണ് ആമിൻ്റെ ബുഷും കാര്യങ്ങളും ചേഞ്ച് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയ്ക്കത് കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൽ ഒരു ഷോക്കിനോട് 2 ബുഷ് വരുന്നുണ്ട്. അതിന് ഗ്രീൻ ബുഷ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആം എന്നാണ് അതിന് പറയുന്നത്. ഇതിൻ്റെ അകത്തും 2 ബുഷും വരുന്നുണ്ട്, സ്പേസറും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് നാൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് തേയ്മാനം വന്ന് കഴിയുമ്പോൾ അതിന് പ്ലേ വരികയും അതോടൊപ്പം തന്നെ നല്ല പ്ലേ വരും ഇതിന്. ആ പ്ലേ വരുന്നതോടൊപ്പം തന്നെ നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഒരു അടിപ്പ് ഫീല് കിട്ടും. അത് നമ്മളിപ്പം വക വെക്കാതെ നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ടയറിൻ്റെ വൺ സൈഡ് വെട്ടിത്തേയുക, നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റെബിലിറ്റി കിട്ടാതിരിക്കുക, അങ്ങനെ കുറേ കംപ്ലയിൻറ്റുകളും കാര്യങ്ങളൊക്കെ വരും. ഈ ടയർ വെട്ടിത്തേയുന്നത് 2-3 കാര്യങ്ങൾ കൊണ്ടും വീണ്ടും വരാം. അതായത് ഷോക്കിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വരാം, ഈ വീൽ ബെയറിങ്ങിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വരാം. കവർ അടിക്കണം, അതായത് ലെഫ്റ്റും റൈറ്റും കവർ വരുന്നുണ്ട്. ആ കവർ നമുക്കിനി അടിക്കാം. അപ്പോൾ നമ്മൾ കവറെല്ലാം അഴിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടി ബ്രേക്കിൻ്റെ ക്യാമിൻ്റെ നട്ടും കൂടി ഇച്ചിരി ഒന്ന് ലൂസ് ചെയ്യണം. കാരണം ഇത് ഇച്ചിരി കൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് അഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊരിയെടുക്കാൻ ശകലം പാടായിരിക്കും. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ലൂസ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊന്നും വലിച്ചാൽ മതി, ഊരി വരും. ഇതിപ്പോൾ ഈ ബുഷിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഈ ആമയെ പിടിച്ചിങ്ങനെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രീ പ്ലേ വരും. ഈ ഫ്രീ പ്ലേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് മാറാതെ വീണ്ടും കിടന്ന് ഓടുവാണെങ്കിലാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി പോവുക. അതുപോലെ തന്നെ കട്ടറിക്കിട്ട് ഓടുമ്പോഴുള്ള അടിപ്പ് സൗണ്ട്, പിന്നെ ടയറിൻ്റെ ഒരു സൈഡ് വൺ സൈഡ് വെട്ടിത്തേയുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ബുഷിൻ്റെ തേയ്മാനം വന്നു കഴിഞ്ഞിട്ട് നമ്മളിത് മാറാതെ ഇട്ട് ഓടിക്കുവാണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നതായിരിക്കും. ഇത് നമ്മൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അനങ്ങത്തില്ല. കറക്റ്റ് ഇതായിട്ട് തന്നെ നോർമൽ ഒരു ഇളക്കേ വരത്തുള്ളൂ. നോർമൽ വെച്ചാൽ ചെറുതായിട്ട്. ഇതാണ് ആമെന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്താണ് 2 ബുഷും അതുപോലെ തന്നെ സ്പേസറും വരുന്നത്. പിന്നെ ഇതാണ് ഗ്രീൻ ബുഷ്. ഇത് ഞാനൊരു കുറച്ച് ഇത് മുമ്പ് മാറിയതാണ്. അപ്പോൾ ഇതെങ്ങനെ മാറാമെന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചതാണിത്. ഇതാണ് ഗ്രീൻ ബുഷ്. ഇതിൻ്റെ അകത്തും ഒരു സ്പേസറും കാര്യങ്ങളും തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് അഴിക്കുന്നത്, ഇതിൻ്റെ അകത്ത് ബുഷ് എങ്ങനെ മാറാമെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഇപ്പം വരുന്ന വണ്ടികൾ ഇതൊരു ഫൈബർ ടൈപ്പാണ് വരുന്നത്. അതായത് നേരത്തെ ഒരു 2012 മോഡൽ വണ്ടിയിലൊക്കെ വന്നുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ കോപ്പറാണ് വന്നുകൊണ്ടിരുന്നത്. അത് കാരണം പെട്ടെന്ന് ഇത്
കംപ്ലൈൻ്റ് ആകത്തില്ല. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് മാറിയതാണ്. ഇതിന് കംപ്ലയിൻറ്റ് ഇപ്പോൾ ഇല്ലായിരുന്നു. ഇതിപ്പോൾ ജസ്റ്റ് ഇതെങ്ങനെ ഇതിൻ്റെ ആമിൻ്റെ അകത്ത് ബുഷ് എങ്ങനെ മാറ്റാമെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അഴിച്ചതാണിത്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ അത് കിറ്റിൻ്റെ അകത്ത് വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറയാം. നമുക്ക് പുതിയ കിറ്റ് ഇത് മേടിക്കാൻ കിട്ടും, ഈ ബുഷിൻ്റെ കിറ്റ് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് ഞാനിപ്പോൾ പറയാം. 4 ബുഷാണ് നമ്മുടെ ഈ ആമിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് സിംഗിളായിട്ട് മേടിക്കാൻ കിട്ടും. ഇതിനാണ്ട് 47-48 രൂപ വരുന്നുണ്ട് ഒരെണ്ണത്തിന്. അത്രയും 4 ബുഷാണ് നമുക്കിതിൻ്റെ അകത്ത് വരുന്നത്. അതായത് ലെഫ്റ്റും റൈറ്റും. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു സ്പേസറും വരും. ഇത് ഇത്രയും കിറ്റായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. സിംഗിളായിട്ട് നമുക്ക് ഓരോ ഇതായിട്ട് മേടിക്കാൻ കിട്ടും. ഇതിനോടൊപ്പം തന്നെ ഇത് മാറുന്ന കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഷോക്കിൻ്റെ ഇതിന് ഗ്രീൻ ബുഷ് എന്നാണ് പറയുന്നത്. ഇതും കൂടെ മാറണം. കാരണം ഇതിപ്പം ഞാൻ മാറിയതാണിത്. അതുകൊണ്ടാണ് ഇത് നിറവ്യത്യാസവും കാര്യങ്ങളൊന്നും തന്നെ വരാത്തത്. കാരണം ഇതിനിപ്പോൾ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതും കൂടെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തേക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഗ്രീസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വെച്ചാൽ ഒരു 2000 കിലോമീറ്റർ കൂടുമ്പോൾ ഇത് ഇടയ്ക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിപ്പോൾ നമ്മൾ പുതിയതിട്ടാലും പിന്നെ നമ്മൾ അതിലോട്ട് നോക്കുന്നേ ഇല്ലെങ്കിൽ ഇത് കുറച്ച് വർക്കായി കഴിയുമ്പോൾ, കാരണം ഷോക്ക് വർക്കാകുന്നതാണ്. വർക്കായി കഴിയുമ്പോൾ ഇവിടെ ഡ്രൈ ആയി വരും. അപ്പോൾ മിക്കയിടത്തും കണ്ടുവരുന്നത് വെച്ചാൽ നമ്മൾ ഷോക്ക് മാറ്റുമ്പോൾ ഇതിൻ്റെ കൂടെ വരുമ്പോൾ പുത്തൻ ഷോക്ക് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഉൾപ്പെടെ ഗ്രീൻ ബുഷ് ഉൾപ്പെടെയാണ് അത് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മിക്കയിടത്തും കണ്ടുവരുന്നത് നമ്മൾ ഈ ഷോക്ക് അങ്ങ് കയറ്റി വിടും. അതുപോലെ തന്നെ ആമും കയറ്റി വെച്ച് ടൈറ്റ് ചെയ്ത് വിടുകയാണ് പരിപാടി കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് അടിച്ചിട്ട് ഗ്രീസും കൂടെ ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം അതിൻ്റെ തോട്ടിൽ ശകലം ഗ്രീസേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഗ്രീസിൽ ചെയ്യാതെ വരുന്നത് പോലെ തന്നെ കയറ്റി വിടുവാണെങ്കിൽ കുറച്ചിത് ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഡ്രൈ ആകുകയും അപ്പം ഇവിടുന്ന് ഷോക്ക് വർക്കാകുമ്പോൾ ഒരു അബ്നോർമൽ നോയ്സ് നമുക്ക് ഇവിടുന്ന് വരികയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ ഗ്രീൻ ബുഷ് ഡാമേജ് ആകുകയും ചെയ്യും, ആ ഗ്രീസിൻ്റെ ഇത് കുറവ് വരുന്നത് മൂലം. അപ്പം ഈ ഗ്രീൻ ബുഷും കൂടെ നമ്മൾ ദൂരെ ഇട്ട് ഇതിൻ്റെ അകത്ത് നല്ലോണം ഗ്രീസും കൂടെ ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ഇപ്പോൾ കാണിക്കാം. അത് നമുക്ക് ജസ്റ്റ് തേണ്ട ഈ സ്പേസർ ആദ്യം ഊരെടുക്കണം. അത് വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് തട്ടിയാൽ ഈ സ്പേസർ ഊരി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇത് നല്ലോണം തുടച്ചിട്ട് ഗ്രീസ് നല്ലോണം ഇട്ടിട്ട് വേണം ആ ഗ്രീൻ ബുഷും അതുപോലെ തന്നെ ആ സ്പേസർ ഇവിടെ ഒട്ടും കൂടെ തുടച്ച് കൊടുക്കുക. ഈ 4 ബുഷാണ് നമ്മുടെ ഫ്രണ്ട് ഷോക്കിൻ്റെ അകത്ത് വരുന്നത്. ഇതിനാണ് ഗ്രീൻ ബുഷ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് 2 സ്പേസറും കൂടെ വരുന്നുണ്ട്. ഇതൊരു കിറ്റിൻ്റെ അകത്ത് വരുന്നതാണ്. ഇതിന് 85 രൂപ 90 രൂപ റേറ്റാണ് വരുന്നത് ഹോണ്ടയുടെ. ഇത് നമുക്ക് ഹീറോയുടെ നമുക്കിതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. ഇത് നമുക്ക് നല്ലോണം ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ആമിൻ്റെ ബുഷ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. അതിന് മുമ്പ് നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് ഗ്രീസ് ഇടണം. ഇതിനകത്ത് ഗ്രീസ് നല്ലോണം
അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ ആമിൻ്റെ അകത്തും ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഇത് പുഷ് വെക്കുന്നത്. ഇത് ഫൈബർ പുഷാണ് ഇത് വരുന്നത്. വെക്കാൻ പോവുകയാണ്. നമ്മളിതിൻ്റെ മേലോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അപ്പോൾ നമുക്കിത് ജസ്റ്റ് സ്പേസറും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്തൊരു ഓറിങ് വരുന്നുണ്ട്. അതും ഇട്ട് കൊടുക്കുക. രണ്ട് സൈഡിലും വരുന്നുണ്ട്. ഈ ഓറിങ് ഇതിൻ്റെ പുറത്തൊരു കവർ വരുന്നുണ്ട്. ആ കവറിൻ്റെ സീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ഓറിങ് അവിടെ വരുന്നത്. ഇതാണ് അത് മെറ്റലാണ് വരുന്നത്. ഇത് മാറേണ്ട ആവശ്യമില്ല. ഇതെന്തെങ്കിലും ഡാമേജോ വല്ല ചടയോ അങ്ങനെ വല്ല വന്ന് ചളുക്കോ കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രം ഇത് മാറിയാൽ മതി. ഇത് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. പക്ഷേ ഇതിനിപ്പോൾ ഡാമേജോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് തന്നെ നമുക്കിതിന് ഇട്ട് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ നമ്മുടെ ആമിൻ്റെ ബുഷ് നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിതൊന്നും മാറിയതാണ്. അതുകൊണ്ട് ഇതിന് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഞാനിതെങ്ങനെയാണ് ഈ ആമിൻ്റെ ബുഷ് മാറുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നഴിച്ച് കാണിച്ചതാണ്. അപ്പോൾ നമ്മളിനി ഇത് റീസെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിതെല്ലാം ടൈറ്റെല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഓവർടൈറ്റ് ആകാൻ പാടില്ല. ഇതുണ്ടോ, ഇത്രയും ഫ്രീ ഈ രണ്ട് ആമിനും വരണം. ഇത് ഓവർടൈറ്റ് ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷോക്ക് ഇതിങ്ങനെയാണ് വർക്കാകുന്നത്. അപ്പോൾ ഇത് ഓവർടൈറ്റ് ആയിട്ട് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. അതിൻ്റെ ഫലമായിട്ട് ഓവർടൈറ്റ് ചെയ്ത സ്ഥലത്തെ ടയറിൻ്റെ ത്രെഡ് ഒരു സൈഡ് വെട്ടിത്തേയുകയും ചെയ്യും. അതിനോടൊപ്പം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് സ്റ്റെബിലിറ്റിയും കുറയും. കാരണം ഇത് കറക്റ്റ് വർക്കിംഗ് കിട്ടത്തില്ല. അതായത് ഇതിപ്പോൾ ഓവർടൈറ്റ് ഇട്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഷോക്കിൻ്റെ ഫങ്ഷൻ കുറയും. ഇത് കറക്റ്റ് രീതിക്ക് വർക്കും ചെയ്യും. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് നമുക്ക് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അതിൻ്റേതായ പാകപ്പിഴവുകളെല്ലാം നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ഇതാക്കേണ്ടി വരും. കാരണം ടയർ ഡാമേജ് വരും, ഓടിക്കാനുള്ള സ്റ്റെബിലിറ്റിയും കാര്യങ്ങളെല്ലാം പോകും. അപ്പോൾ ഇത് നിങ്ങൾ എവിടെയാണ്, ഇപ്പോൾ ഷോറൂമിലാണോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും കൊടുക്കുമ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. ഇത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ടാക്സിലെ കുറച്ച് ഗ്രീസ് ഇട്ട് കൊടുക്കാം. ഇതാകുമ്പം തുരുമ്പോ കാര്യങ്ങളൊന്നും തന്നെ അങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ അകത്തോട്ട് വരത്തില്ല. അത് ജസ്റ്റ്